മൂന്നാമത്തെ ഓപ്പറേഷൻ എഴുതുക. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പോളിനോമിയൽസ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പോളിനോമിയൽസ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പോളിനോമിയൽസ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പോളിനോമിയൽസ്. പേന അടച്ച് ബുക്കിലോട്ട് വെക്കുക, ബുക്ക് അടച്ചു വെക്കുക, ശ്രദ്ധിച്ചിരിക്കാം. ഓൺലൈൻകാർ ഹെഡിങ് എഴുതിയോടെ? ഓൺലൈൻകാർ ഹെഡിങ് എഴുതിയോ? ബോർഡിലേക്ക് നോക്കിയിരുന്നോളുക. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x² മൈനസ് 2x പ്ലസ് 5. Q of x is equal to 2x minus 3. ഓക്കെ. അഡീഷൻ പോലെയോ സബ്ട്രാക്ഷൻ പോലെയോ അത്ര എളുപ്പമുള്ള ഒരു ഓപ്പറേഷൻ അല്ല മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ നമ്മൾ ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ എഴുതുകയാണ്. പി ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ്. ഇങ്ങനെ കണക്കിൽ എഴുതി വെച്ചാൽ അതിന്റെ അർത്ഥം പി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എന്നാണ്. പി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സിനെയാണ് നമ്മൾ എങ്ങനെ എഴുതി വെക്കുന്നത്? പി ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ്. എന്താണ് പി ഓഫ് എക്സിന്റെ വില? 3x² മൈനസ് 2x പ്ലസ് 5 ഇൻറ്റു എന്താണ് ക്യൂ ഓഫ് എക്സിന്റെ വില? 2x മൈനസ്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. ഇതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ 8ാം ക്ലാസ്സിൽ ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞൊരു പാഠം പഠിച്ചിട്ടുണ്ട്. അവിടെ ടേം ബൈ ടേം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പരിപാടി പഠിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഒന്നാമത്തെ ബ്രാക്കറ്റിലെ ആദ്യത്തെ ആളാരാ? 3x². ഈ 3x² കൊണ്ട് രണ്ടാമത്തെ ബ്രാക്കറ്റിനെ മൊത്തത്തിൽ ഗുണിക്കാം. രണ്ടാമത്തെ ബ്രാക്കറ്റ് ആരാ? 2x മൈനസ് 3. അപ്പൊ ഇതെങ്ങനെ വായിക്കുന്നത്? 3x² ഇൻറ്റു 2x മൈനസ് 3. ഓക്കെ. ഒന്നാമത്തെ ബ്രാക്കറ്റിലെ അടുത്തയാളാരാ? മൈനസ് 2x. ആ മൈനസ് 2x കൊണ്ട് പറഞ്ഞോ 2x മൈനസ് 3 മൾട്ടിപ്ലൈ. ഓക്കെ. അടുത്ത പറഞ്ഞാട്ടെ. പ്ലസ് 5 ഇൻറ്റു 2x മൈനസ്. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ ബ്രാക്കറ്റിലെ ഓരോ ടേം കൊണ്ടും രണ്ടാമത്തെ ബ്രാക്കറ്റിനെ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി എഴുതിയതേ ഉള്ളൂ. എന്ത് ചെയ്തില്ല? മൾട്ടിപ്ലൈ ചെയ്തില്ല. ഇത് ഓക്കെ ആണോ? ഇനി ഇത് ഗുണിക്കാൻ പോകണം. എന്താ ഗൗരിമാണോ ചോദിച്ചാട്ടെ? 3x² ഇൻറ്റു 2x ഘട്ടം ഘട്ടമായിട്ട് ഗുണിക്കണം. 3 ഇൻറ്റു 2 6. x² ഇൻറ്റു എക്സ് x³ ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അടുത്തത് 3x² ഇൻറ്റു മൈനസ് 3. ശ്രദ്ധിക്കണം. 3 ഇൻറ്റു 3 9. അവിടെ പിന്നെ എക്സ് ഉള്ള ടൈം x² മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ എഴുതി. ഞാനൊരു ചിഹ്നം വരണ്ടേ? ഈ 3x² പ്ലസ് ഈ 3 മൈനസ്. ഇപ്പൊ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ്. ഈ ബ്രാക്കറ്റ് ഗുണിച്ചതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഓൺലൈൻകാർക്ക്? ഇല്ല സാർ. അടുത്തത് മൈനസ് 2x ഇൻറ്റു 2x. ആദ്യം ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് പോസിറ്റീവ് ആണോ? നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ്. 2 ഇൻറ്റു 2 4. x ഇൻറ്റു എക്സ് x². അടുത്തത് മൈനസ് 2x മൈനസ് 3 കൂടെ ഗുണിക്കണം. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്. 2 ഇൻറ്റു 3 6. പിന്നെ എന്തോടെ വരും? x. രണ്ടാമത്തെ ബ്രാക്കറ്റ് ഗുണിച്ചതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. രണ്ടുപേരുടെയും കാലൊക്കെ മാറ്റി വെച്ച്. അടുത്തത് 5 ഇൻറ്റു 2x. 5 പോസിറ്റീവ്, 2x പോസിറ്റീവ്. അപ്പൊ ചിഹ്നം പോസിറ്റീവ്. 5 ഇൻറ്റു 2 10. പിന്നെ ആരുടെ വരും? x.
5 ഇൻറ്റു -3 പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ്. ആൻസർ നെഗറ്റീവ്. 5 ഇൻറ്റു 3 15. ഈ ടേം ബൈ ടേം ആയിട്ട് ബ്രാക്കറ്റ് ഗുണിച്ചതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ദിസ് ഈസ് ഈക്വൽ ടു x³ ഉള്ള എത്ര ടേം ഉണ്ട്? ഒരൊറ്റ ടേം. ഏത് മാത്രം? 6x³ മാത്രം. ഇനി അടുത്തത് x² ഉള്ള ടേം. -9x² -4x². പറഞ്ഞാട്ടെ. മൈനസ് -9x² -4x². രണ്ട് മൈനസാ. -13x² പ്ലസ് 6x പ്ലസ് 10x പ്ലസ് 6x പ്ലസ് 10x പ്ലസ് 16x മൈനസ്. അപ്പോൾ എങ്ങനെയാണ് രണ്ട് പോളിനോമിയൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് മനസ്സിലായല്ലോ. പണ്ടായിരുന്നെങ്കിൽ ഇവിടുന്ന് ഒരു 1 വേർഡ് ക്വസ്റ്റൻ ഒക്കെ ചോദിക്കുമായിരുന്നു. ഈ P(x) എന്ന് പറയുന്ന പോളിനോമിയലിന്റെ ഡിഗ്രി എത്രയാണ്? ഞാൻ ആദ്യം പഠിപ്പിച്ചതാ 2. Q(x)ന്റെ ഡിഗ്രി എത്ര? Q(x)ന്റെ ഡിഗ്രി ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ പോളിനോമിയലിന്റെ ഡിഗ്രി 3. ഇത് രണ്ടും ഈ ആൻസർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? 2 + 1 = അന്ന് നമ്മൾ പിള്ളേരെ ജനറൽ ആയിട്ട് പഠിപ്പിക്കുമായിരുന്നു. P(x) എന്ന് പറയുന്ന പോളിനോമിയലിന്റെ ഡിഗ്രി m ഉം Q(x) എന്ന് പറയുന്ന പോളിനോമിയലിന്റെ ഡിഗ്രി n ആണെങ്കിൽ അതിന്റെ പ്രോഡക്റ്റ് ആയ P(x) Q(x)ന്റെ ഡിഗ്രി m+n ആയിരിക്കും. എന്തായിരിക്കും? ഇപ്പൊ എന്തായാലും സിലബസ് ഒക്കെ മാറിയപ്പോ ഇതൊന്നും പഠിക്കാനൊന്നുമില്ല. ജസ്റ്റ് അറിഞ്ഞാൽ മാത്രം മതി. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഓക്കെ. ഓൺലൈൻകാർക്ക് ഇത്രയും മനസ്സിലായോ? ഓക്കെ. എഴുതിയാട്ടെ. എന്താണ് അടുത്ത ഹെഡിങ്? ഡിവിഷൻ ഓഫ് പോളിനോമിയൽസ്. എഴുതിയോടെ. പേനതാത്ത് വെക്ക, ബുക്കടച്ചു വെക്ക, ശ്രദ്ധിച്ചിരിക്ക. മൾട്ടിപ്ലിക്കേഷനേക്കാൾ അല്പം കൂടെ കോംപ്ലിക്കേഷൻ ആണ് ഡിവിഷൻ. അപ്പൊ ഡിവിഷനുമായി ബന്ധപ്പെട്ട് 1-2 ടെക്നിക്കൽ വേർഡുകൾ ഒന്ന് പരിചയപ്പെടാനുണ്ട്. അങ്ങനെ ആയിക്കോട്ടെ. വീട്ടിൽ ചെന്നിട്ട് എന്നെ വിളിച്ചു പറയണം കേട്ടോ. അപ്പോൾ 1-2 ടെക്നിക്കൽ വേർഡുകൾ ഒന്ന് പരിചയപ്പെടാനുണ്ട്. ഇത് ഞാനിപ്പോ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മകനെ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതാണ്. എന്ന് വെച്ചാൽ അർത്ഥം ഇത് എത്ര ക്ലാസ്സിൽ പഠിച്ചതാണ്? 4ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ബുക്കടച്ചു വെക്കാൻ പറഞ്ഞു, ബോർഡിലേക്ക് നോക്കിയിരിക്കാൻ പറഞ്ഞു. ഞാൻ 7നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനല്ലേ എഴുതുന്നത്? അങ്ങനെ. അപ്പൊ ഇതിൽ 7ന് എന്തോ ഒരു പേര് പറയും. 7ന് എന്തോ ഒരു പേര് പറയും. 7 എന്ന് പറയും. എന്തോ എന്തോ പറയും? ഡിവിഡന്റ്. എന്താ പറയുന്നു? മലയാളത്തിൽ ഹാര്യം എന്ന് പറയും. എന്താ പറയും? ഹാര്യം. ശരി. എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 2 കൊണ്ട്. അതിനെന്തോ ഒരു പേര് പറയും? ഡിവൈസർ. എന്താ പറയുന്നു? ഡിവൈസർ. മലയാളത്തിൽ ഹാരകം എന്ന് പറയും. എന്താ പറയും? ഹാരകം. അപ്പൊ 2 വാക്ക് കൂടി കിട്ടിയല്ലോ. ഡിവിഡന്റ്, ഡിവൈസർ. ഡിവിഡന്റ്, ഡിവൈസർ. അശ്വിനി ഒന്നും CBSE പഠിച്ചിട്ടില്ല വെച്ചേ? ഉണ്ട്. ഹാര്യം, ഹാരകം. ഡിവൈഡ് ചെയ്ത് പറയൂ. പറയടേ. 2 3s are 6. 7ൽ നിന്ന് 6 കുറച്ച് 1. ഈ 3ക്ക് എന്തോ ഒരു പേര് പറയും? കോഷ്യന്റ്. എന്താ പറയുന്നു? കോഷ്യന്റിന്റെ മലയാളം ഹരണഫലം. ഈ മിച്ചം വരുന്നതിന് എന്താ വിളിക്കും? റിമൈൻഡർ. മലയാളത്തിൽ ശിഷ്ടം എന്ന് പറയും. എന്താ പറയുന്നു? അപ്പൊ ഈ 4 വാക്ക് പിടി കിട്ടിയല്ലോ. ഡിവിഡന്റ്, ഡിവൈസർ, കോഷ്യന്റ്, റിമൈൻഡർ. ഈ 4 വാക്ക് അറിയാമെങ്കിൽ നമുക്ക് ഡിവിഷൻ തുടങ്ങാൻ പറ്റും. നോക്കാം. നമ്മൾ ആദ്യം ഒരു P(x) എഴുതും. P(x) =
എക്സ് ക്യൂബ് പ്ലസ് 3x² പ്ലസ് 5x പ്ലസ് 1. അടുത്തത് ക്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 1. ക്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകണം. പിന്നെ മീനാക്ഷി പറ്റുമെന്നുണ്ടെങ്കിൽ മറ്റേ സ്നേക് മാസ്റ്ററിന്റെ പ്രൊഡ്യൂസറുമായിട്ട് ഇരുന്ന് എഗ്രിമെന്റ് ഒപ്പിടണം. ഇടക്കിടക്ക് ഇരിക്കുമ്പോ മീനാക്ഷി ഒന്നുമില്ല, മറ്റേ രാജഗോപാൽ ഇങ്ങനെ ഉയർത്തി കാണിക്കുമ്പോ രാജഗോപാല നാക്കൊക്കെ വെളിയിലേക്ക് നീട്ടിയിടുന്നില്ല. അപ്പൊ അതുപോലെ. അപ്പൊ നോക്കാം, ഇതാണ് പി ഓഫ് എക്സ്, ഇതാണ് ക്യൂ ഓഫ് എക്സ്. അപ്പൊ പി ഓഫ് എക്സിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ക്യൂ ഓഫ് എക്സ്. ഇന്ന് പഠിപ്പിച്ചു തുടങ്ങിയപ്പോ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഇടയ്ക്ക് സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്ന ഒരു കാര്യം പഠിപ്പിച്ചോ പറഞ്ഞു, ഇതെന്തിനാവശ്യമാണ്? ഡിവിഷൻ. ശ്രദ്ധിക്കാം, പി ഓഫ് എക്സിനെ ക്യൂ ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ, ഈ രണ്ട് പോളിനോമിയലുകളും സ്റ്റാൻഡേർഡ് ഫോമിലായിരിക്കണം. ഈ രണ്ട് പോളിനോമിയലുകളും സ്റ്റാൻഡേർഡ് ഫോമിൽ ആയിരിക്കണം. ബോർഡിലേക്ക് നോക്കിക്കേ, ഈ രണ്ട് പോളിനോമിയലും സ്റ്റാൻഡേർഡ് ഫോമിലാണോ? എക്സ് ക്യൂബ്, എക്സ് സ്ക്വയർ, എക്സ് കോൺസ്റ്റന്റ്. ഈ പോളിനോമിയൽ സ്റ്റാൻഡേർഡ് ഫോമിലാണോ? അല്ലയോ? ആരെവിടെ വരാനുണ്ട്? എല്ലാവരും ഉണ്ട്. എക്സ് കോൺസ്റ്റന്റ്. ഇടയ്ക്ക് ഏതെങ്കിലും ടേം മിസ്സാകുമ്പോഴാണ് അത് എന്തല്ലെന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ വല്ലവരും ഉണ്ടോ? ഐശ്വര്യപ്രകാശ്, ഇപ്രാവശ്യത്തെ പെൻഷൻ കിട്ടിയില്ലേ? ഇങ്ങനെ ഇരിക്കുന്നു, ഏത് സമയത്ത് പെൻഷൻ കിട്ടാനാണ്? ഓക്കെ. അപ്പൊ ഈ രണ്ട് പോളിനോമിയലുകളും എന്ത് രൂപത്തിലാണ്? സ്റ്റാൻഡേർഡ് ഫോമിൽ ആണ്. ഒന്നാമത്തെ കാര്യം ഓക്കെ ആയല്ലോ. അപ്പോ തിരിച്ചൊരു ചോദ്യം, ഇതിൽ ഏതെങ്കിലും ഒരു പോളിനോമിയൽ സ്റ്റാൻഡേർഡ് ഫോമിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? സ്റ്റാൻഡേർഡ് ഫോമിലാക്കിയിട്ടേ എന്ത് ചെയ്യാൻ തുടങ്ങാവൂ? ഗൗരി, ഡിവിഷൻ ചെയ്യാൻ തുടങ്ങാവൂ. ഒന്നാമത്തെ കണ്ടീഷൻ ഇവിടെ കിട്ടിയല്ലോ. ഇതിൽ പി ഓഫ് എക്സ് ഡിവിഡന്റ് ആണ്. പി ഓഫ് എക്സ്, ക്യൂ ഓഫ് എക്സോ ഡിവൈസർ. അപ്പൊ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, പി ഓഫ് എക്സിന്റെയും ക്യൂ ഓഫ് എക്സിന്റെയും ഡിഗ്രി സെയിം ആണെങ്കിൽ ഡിവിഷൻ ചെയ്യാം. പി ഓഫ് എക്സിന്റെ ഡിഗ്രിയും ക്യൂ ഓഫ് എക്സിന്റെ ഡിഗ്രിയും സെയിം ആണെങ്കിൽ എന്ത് ചെയ്യാം? ഡിവിഷൻ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് തന്നെ അകത്ത് വരികയോ ഈ 7 തന്നെ പുറത്തു വരികയോ ചെയ്താലും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 7നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ രണ്ടുപേരുടെയും ഡിഗ്രി ഒന്ന് തന്നെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. രണ്ടാമത്തെ കണ്ടീഷൻ ഈ കാണുന്നത് പോലെ അകത്ത സംഖ്യ വലുതും പുറത്തെ സംഖ്യ ചെറുതുമാണെങ്കിലും എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. ഡിഗ്രി വെച്ച് പറഞ്ഞാൽ പി ഓഫ് എക്സിന്റെ ഡിഗ്രി വലുതും ക്യൂ ഓഫ് എക്സിന്റെ ഡിഗ്രി ചെറുതുമായാലും എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എപ്പോഴൊക്കെയാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? ഡിവിഡന്റിന്റെയും ഡിവൈസറിന്റെയും ഡിഗ്രി ഒരുപോലായാൽ ഡിവൈഡ് ചെയ്യാം. ഡിവിഡന്റിന്റെ ഡിഗ്രി കൂടുതലും ഡിവൈസറിന്റെ ഡിഗ്രി കുറവുമായാലും ഡിവൈഡ് ചെയ്യാം. അപ്പൊ എപ്പോഴാ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത്? ഇത് തിരിച്ചു വന്നാൽ ഡിവിഷൻ പറ്റത്തില്ല. രണ്ടകത്തും 7 പുറത്തും വന്നാൽ സാധാരണഗതിയിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ അങ്ങനെ പറയും, ഡിവൈസറിന്റെ ഡിഗ്രി കൂടുതലും ഡിവിഡന്റിന്റെ ഡിഗ്രി കുറവുമായാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അത്രയും കാര്യം ഇവിടെ കിട്ടിയല്ലോ. ഓക്കെ. അപ്പൊ നമ്മൾ എഴുതുന്നു എക്സ് ക്യൂബ് പ്ലസ് 3x² പ്ലസ് 5x പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. ഓക്കെ. 7നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എഴുതിയത് പോലെ. ഇവിടുത്തെ ആദ്യത്തെ ആളാരാ? എക്സ്. ഈ എക്സിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ ഇവിടുത്തെ ആദ്യത്തെ ആളായ എക്സ് ക്യൂബ് കിട്ടും? എക്സ് സ്ക്വയർ. ഈ എക്സ് സ്ക്വയർ എവിടെ എഴുതണം? പണ്ടൊക്കെ എഴുതണമെന്നല്ല പറയുന്നത്, കോഷ്യന്റിൽ എഴുതണം. എവിടെ എഴുതണം? അപ്പൊ ഒന്നുകൂടെ, ഇവിടുത്തെ ആദ്യത്തെ ആളാരാ? എക്സ്. എക്സിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ ഇവിടുത്തെ ആദ്യത്തെ ആളായ എക്സ് ക്യൂബ് കിട്ടുമെന്ന് ആലോചിച്ചു. എന്തുകൊണ്ട് ഗുണിക്കണം? എക്സ് സ്ക്വയർ. ആ എക്സ് സ്ക്വയർ എവിടെ എഴുതണം? കോഷ്യന്റിൽ എഴുതണം. എവിടെ എഴുതണം? കോഷ്യന്റ്. ഇനി എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ്, എക്സ് ക്യൂബ്.
എക്സ് സ്ക്വയർ ഇൻറ്റു -1 മൈനസ് എക്സ് സ്ക്വയർ. ഇത്ര ഓക്കെ ആയോ? ഈ എക്സ് സ്ക്വയർ കൊണ്ട് ഇവരെ രണ്ടുപേരെയും ഗുണിച്ച് നേരെ താഴോട്ട് എഴുതി. 2 3 ഗുണിച്ച് 6 എന്ന് 7ന്റെ താഴോട്ട് എഴുതിയതുപോലെ ഇവിടെ കിട്ടിയല്ലോ. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാമോ? 7ൽ നിന്ന് 6 കുറച്ചു. 7ൽ നിന്ന് 6 കുറച്ചു. എക്സ് ക്യൂബിൽ നിന്ന് എക്സ് ക്യൂബ് കുറച്ചാൽ 0. ഇനി അടുത്ത പറഞ്ഞാട്ടെ. 3x സ്ക്വയറിൽ നിന്ന് 3x സ്ക്വയറിൽ നിന്ന് മൈനസ് എക്സ് സ്ക്വയർ കുറയ്ക്കണം. 3x സ്ക്വയറിൽ നിന്ന് മൈനസ് എക്സ് സ്ക്വയർ കുറയ്ക്കണം. അപ്പൊ 3x സ്ക്വയർ ഇത് രണ്ടും കൂടെ ചേരുമ്പോ പ്ലസ് എക്സ് സ്ക്വയർ. 3x സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 4x സ്ക്വയർ. ആ സ്റ്റെപ്പ് മനസ്സിലായോ എല്ലാവർക്കും? അയ്യോ, ഇനി അടുത്ത ആളിനെ കൂടെ താത്തറക്കുക. അതാരാണ്? പ്ലസ് 5x. ഇത്രയും മനസ്സിലാകുന്നുണ്ടോ എന്ന് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നെങ്കിൽ ഇത്രയും എഴുതി വെക്കുക. ഇനി ബാക്കിയുണ്ട് സംഗതി. ഓൺലൈൻകാർക്ക് ഇത്രയും ക്ലിയർ ആയോ? ഈ സൈഡിൽ എഴുതിയിട്ടേക്കുന്ന സ്റ്റെപ്പൊക്കെ നിങ്ങൾ സൈഡിൽ എഴുതിയിട്ടേക്കണം കേട്ടോ. നമ്മള് ഒരു ഡബിൾ സ്ലിറ്റ് ഇൻസ്ട്രുമെന്റ് അത് വയലറ്റ് ലൈറ്റ് കൊണ്ടാണ് അത് മാറ്റിയിട്ട് റെഡ്. അപ്പോ എന്തായിരിക്കും അവിടെ ബാങ്ക് വിൽക്കുന്ന സംഭവിച്ചത്? ബാങ്ക് വിൽക്കുന്നു വയലറ്റിനേക്കാൾ റെഡിന്റെ വെയിലേക്ക് ബാങ്ക് വിൽക്കുന്നു. ഇത് സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ആയിട്ടുള്ള ഇന്റർഫറൻസ് പാർട്ടിയിൽ എന്തൊക്കെ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്? ഈ ഡിവിഷൻ മെത്തേഡ് ഈ പാഠത്തിലെ 2ാമത്തെ സെക്ഷനിലെ പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് വളരെ വൃത്തിയായി മനസ്സിലാക്കി വെക്കണം. എങ്കിലേ സെക്കൻഡ് സെക്ഷനിലെ പ്രോബ്ലങ്ങൾ പഠിക്കാൻ പറ്റും. ബാങ്ക് വിട്ട് കൂട്ടാൻ എന്തൊക്കെ ഉണ്ട്? സ്ക്രീനിലേക്ക് ഡിസ്റ്റൻസ് കിട്ടുക, ടേബിളിലേക്ക് കിട്ടുക, സ്ക്രീനിനിടയിലുള്ള ഡിസ്റ്റൻസ്. ഇത്ര എഴുതി കഴിഞ്ഞോ എല്ലാരും? ഇത്രയും എല്ലാവരും എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞെന്നോ ഇല്ലെന്നോ? കഴിഞ്ഞോ? ഇനി ആരെങ്കിലും എഴുതാനുണ്ടോ? ഉണ്ട്. ഓൺലൈൻകാർ ആരെങ്കിലും എഴുതാനുണ്ടോ? ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. നോക്കട്ടെ ഞാൻ. പറഞ്ഞാട്ടെ, എന്തുമായിരിക്കും അടുത്ത സ്റ്റെപ്പ്? ഇപ്പൊ ചെയ്ത പരിപാടി തന്നെ വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കാം. പറഞ്ഞോ. ഇവിടുത്തെ ആദ്യത്തെ ആള് 4x സ്ക്വയർ, ഇവിടുത്തെ ആദ്യത്തെ ആള് എക്സ്. അപ്പൊ എന്തോ നമ്മുടെ ആലോചന? എക്സിനെ വർക്കിംഗ് കൊടുത്തോണ്ട് എഴുതുക. എക്സിനെ അനക്കമില്ല എന്തുകൊണ്ട് ഗുണിച്ചാൽ 4x സ്ക്വയർ കിട്ടും. എക്സിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 4x സ്ക്വയർ കിട്ടും. എന്തുകൊണ്ട് ഗുണിച്ചാൽ 4x. അപ്പൊ ഇവിടെ 4x എഴുതുക. ഈ 4x എവിടെ എഴുതണം? കോഷ്യന്റ്. അപ്പൊ പ്ലസ് 4x. ഇനി എന്താണ് അടുത്ത പരിപാടി? ഇനി എന്തടുത്ത പരിപാടി? ഈ 4x കൊണ്ട് ഈ x-1നെ ഗുണിച്ച് ഇതിന്റെ ചുവട്ടിലോട്ട് എഴുതുക. പറഞ്ഞെഴുതിയാട്ടെ. 4x ഇൻറ്റു എക്സ് 4x ഇൻറ്റു എക്സ് 4x സ്ക്വയർ. 4x ഇൻറ്റു -1 4x ഇൻറ്റു -1 മൈനസ് 4x. ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല. 4x സ്ക്വയറിൽ നിന്ന് 4x സ്ക്വയർ കുറച്ചാൽ 0. ഇനി എന്തിൽ നിന്ന് എന്ത് കുറയ്ക്കണം? 5x മൈനസ് 4x. ശരിയാണോടെ? അപ്പൊ 5x ഈ 2 മൈനസോടെ ചേരുമ്പോ പ്ലസ്
5x plus 4x is equal to 9x. അപ്പൊ 9x എഴുതി. ഇനി ആരെ താത്തിറക്കണം? +1. ഇപ്പോൾ ആദ്യത്തേതിനേക്കാൾ കുറച്ചുകൂടെ വേഗത്തിലായില്ലേ കാര്യങ്ങൾ? ഓക്കെ, ഇനി എന്തായിരിക്കും അടുത്ത പരിപാടി? ഇപ്പൊ ചെയ്ത കാര്യം ഒരു തവണ കൂടി ചെയ്യുക. ഓൺലൈൻകാർക്ക് ഈ രണ്ടാമത്തെ പാർട്ട് ക്ലിയർ ആയോ? ക്ലിയർ ആയി സാർ. ഓക്കെ, അപ്പൊ ഇനി പറഞ്ഞാട്ടെ അടുത്തത് എന്ത് ചെയ്യും? പറഞ്ഞാട്ടെ ഇതുപോലെ പറഞ്ഞേ, ഈ എക്സിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 9x കിട്ടുമെന്ന് ആലോചിക്കാം. എന്തുകൊണ്ട് ഗുണിക്കണം? 9 കൊണ്ട്. ഈ 9 എവിടെ എഴുതണം? കോഷ്യന്റ് എഴുതണം. അപ്പൊ എഴുതിയാട്ടെ 9. ഇനി എന്ത് ചെയ്യും നമ്മള്? ഈ 9 കൊണ്ട് ഈ x-1 ഗുണിച്ച് ഇതിന്റെ ചുവട്ടിലോട്ട് എഴുതുക. 9 into x 9x. 9 into -1 -9. ഇനി ഇത് രണ്ടോട് എന്ത് ചെയ്യണം? കുറയ്ക്കണം, സബ്ട്രാക്ട് ചെയ്യണം. 9x-ൽ നിന്ന് 9x കുറച്ചാൽ 0. അടുത്തത് 1 minus -9 equal 1 plus 9 is equal to 10. ഇത്രയും കാര്യം ക്ലിയർ ആയോ? അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ താഴോട്ട് ചില ആളുകളെ ഒന്ന് എടുത്തെഴുതണം. ഞാൻ പറയുന്ന പോലെ എഴുതുക. ആദ്യം എഴുതണം ഡിവിഡന്റ് ഈക്വൽ ആരായിരുന്നു ഈ പ്രോബ്ലത്തിലെ ഡിവിഡന്റ്? x³ പ്ലസ് 3x² പ്ലസ് 5x പ്ലസ് 1 ആണ് ഡിവിഡന്റ്. അടുത്ത വരിയിൽ ഡിവൈസർ ആരാണ്? ഡിവൈസർ x-1 ആണ് ഡിവൈസർ. അടുത്ത വരിയിൽ കോഷ്യന്റ് ആരാണ് ഈ പ്രോബ്ലത്തിലെ കോഷ്യന്റ്? x² പ്ലസ് 4x പ്ലസ് 9 ആണ് കോഷ്യന്റ്. ആരാണ് റിമൈൻഡർ? അപ്പൊ റിമൈൻഡർ ഈക്വൽ 10. റിമൈൻഡർ ഈക്വൽ 10. ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. ഓൺലൈൻകാർക്ക് ഇത്രയും ക്ലിയർ ആയോ? വരിക. Some identities, some identities. അപ്പോൾ ഈ ചാപ്റ്ററിലെ പല പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ആവശ്യമായി വരുന്ന ചില ഐഡന്റിറ്റീസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവരും പേന താത്തു വെച്ച് ബുക്ക് അടച്ചു വെച്ച് ശ്രദ്ധിച്ചിരിക്കാം. ഒന്നുമില്ല, 8ാം ക്ലാസ് പഠിച്ചതാണ്. ഇവിടെ പഠിച്ചാണ് 8ാം ക്ലാസ് പഠിച്ചാണ്. ഒന്ന് k into a plus b. ചിലപ്പോൾ നിങ്ങൾ ഇതിന് പകരം x into y plus z എന്നൊക്കെ പറഞ്ഞായിരിക്കും പഠിച്ചേക്കുന്നത്. അക്ഷരം മാറിയെന്ന് മാത്രമേ ഉള്ളൂ, കാര്യമൊക്കെ അത് തന്നെ. പറഞ്ഞാട്ടെ ആൻസർ ka plus. അല്പം കൂടി മുതിർന്ന ക്ലാസ്സുകളിൽ എത്തുമ്പോ ഈ ലോയ്ക്ക് ഒരു പേരുണ്ട്. ഇതിന്റെ പേരാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. എന്താ പറയും? കുറച്ചുകൂടെ വിശദമായി പറഞ്ഞാൽ ഇതിന്റെ പേരാണ് ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. എന്താ പറയുന്നു? എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിന് വെളിയിലുണ്ടായിരുന്ന കെ, അതും ലെഫ്റ്റിലാണ് കിടക്കുന്നത്, അത് ബ്രാക്കറ്റിനകത്തുള്ള എയ്ക്കും ബിക്കുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. സോ ഇറ്റ് ഈസ് കോൾഡ് ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഇതിനെന്ത് വിളിക്കുന്നു? ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. രണ്ടാമത്തേത് സ്ഫടിക സിനിമ ഒക്കെ പലതവണ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് വളരെ നിഷ്പ്രയാസം പറയാൻ പറ്റുന്ന മറ്റൊരു ഐഡന്റിറ്റിയാണ് a plus b the whole square. എന്തുവായിരുന്നു? a² plus 2ab plus b². 3 അതേ പാഠത്തിൽ തന്നെ നിങ്ങൾ പഠിച്ചു a minus b the whole square. a² minus 2ab plus b². ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. a plus b the whole squareന്റെയും
എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിന്റെയും എക്സ്പാൻഷനിലെ ടേമുകളെല്ലാം ഒരേ ആളുകൾ തന്നെയാണ്. എ സ്ക്വയർ 2ab ബി സ്ക്വയർ ബി സ്ക്വയർ. ഒരൊറ്റ കാര്യത്തിലെ വ്യത്യാസമുള്ളൂ. എന്താണ്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വരുമ്പോ പ്ലസ് 2ab വരും. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ വരുമ്പോ മൈനസ് 2ab വരും. അടുത്തത് നിങ്ങൾ എത്ര ക്ലാസ് പഠിച്ചിട്ടുണ്ട്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പഠിച്ചിട്ടുണ്ടോ? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ പ്ലസ് ബി ഇൻറ്റു അഞ്ചാമത്തേത് കേരള സിലബസുകാർ പഠിച്ചിട്ടില്ല, CBSE കാർക്ക് പഠിച്ചിട്ടുണ്ട്. എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഈക്വൽ എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് എ പ്ലസ് എ ബി. ഇതിന് ഈ പാഠത്തിലൊരു അല്ലറ ചില്ലറ ഉപയോഗമുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇന്നലെ കുറച്ചു പേര് ഇവിടെ നിന്ന് തരംതിരിച്ചായിരുന്നു. അതിനകത്തിലൊക്കെ മിക്കപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, നിങ്ങൾക്കൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തരുന്നു. വിദ്യാലക്ഷ്മി, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തരുന്നു. അതിനെ നിങ്ങൾ ഫസ്റ്റ് ഡിഗ്രിയിലുള്ള രണ്ട് പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാനുള്ള ഒരു ചോദ്യം കണ്ടായിരുന്നു. അപ്പൊ ചില പ്രോബ്ലങ്ങൾ ഈ ഫോർമുല ഉപയോഗിച്ചാൽ നമുക്ക് വളരെ ശ്രദ്ധിച്ചു നോക്കിയാലേ, ഈ റൈറ്റ് ഹാൻഡ് സൈഡ് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. ആണോ? നോക്കിക്കേ, ആണോ? ഈ റൈറ്റ് ഹാൻഡ് സൈഡ് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണോ? ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന രണ്ടുപേരെ നിങ്ങൾ നോക്കിക്കേ. എക്സ് പ്ലസ് എ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, എക്സ് പ്ലസ് ബി ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. അപ്പോ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ ഫസ്റ്റ് ഡിഗ്രിയിലുള്ള രണ്ട് പോളിനോമിയലിന്റെ എന്തായിട്ട് എഴുതിയിരിക്കുന്നു? പ്രോഡക്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നു. ചില പ്രോബ്ലങ്ങൾ പരീക്ഷയ്ക്ക് ചെയ്യാൻ നമുക്ക് ഈ ഫോർമുല വെച്ച് വേഗത്തിൽ ചെയ്യാൻ പറ്റും. എഴുതിയാട്ടെ. ഓൺലൈൻകാർക്ക് ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയി സർ. boundary proofs of